സംസ്ഥാന സർക്കാർ കണ്ടുകെട്ടിയ പോപ്പുലർ ഫണ്ടിൻ്റെ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ തേടി കേന്ദ്ര സർക്കാർ. 2022 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലുള്ള അക്കൗണ്ടുകൾ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടുകളൊക്കെ തന്നെ സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതേ സംബന്ധിച്ച് പൂർണ്ണമായ വിശദാംശങ്ങൾ വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാടുകളും കൃത്യമായ നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങൾക്ക് നൽകിയതാണ്. എന്നാൽ അന്ന് രണ്ട് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളവും രാജസ്ഥാനും, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ രാജസ്ഥാനിൽ അന്ന് ഭരണം നടത്തിയിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനോട് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് അന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് എന്താണ്? സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ എന്താണ്? എത്ര അക്കൗണ്ടുകൾ സംസ്ഥാന സർക്കാർ കണ്ടുകെട്ടി? അതിൻ്റെ വിശദാംശങ്ങൾ, ആ അക്കൗണ്ടുകളിലൂടെ വന്ന തുക എത്രയാണ്, അത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നത്, അത് മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിനോട് മുഖം തിരിച്ചു നിന്ന സംസ്ഥാന സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയായിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം. നമുക്കറിയാം, 2022 പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുമ്പോൾ ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ഏക സംസ്ഥാനമാണ് കേരളം. അന്ന് CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത്തരത്തിലൊരു അഭിപ്രായം പങ്കുവച്ച ഒരു മുഖ്യമന്ത്രിയുമുള്ള ഏക സംസ്ഥാനമായിരുന്നു അന്ന് കേരളം. പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർക്കെതിരെ കേരളത്തിൽ വലിയ റെയ്ഡുകളും വലിയ അന്വേഷണങ്ങളും നടന്നു. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികൾ റെയ്ഡും മറ്റ് നടപടിക്രമങ്ങളും നടത്തിയത്. ആ റെയ്ഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആ നിമിഷം തന്നെ കേരള പോലീസിൽ നിന്ന് ചോരുകയും കേരള പോലീസിലെ പച്ച വെളിച്ചം ഗ്രൂപ്പിലൂടെ ആ വിവരങ്ങൾ ഈ പ്രതിസ്ഥാനത്തുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊടും ഭീകരന്മാരെ അതാത് സമയം അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്വേഷണ സംഘം എത്തുമ്പോഴൊക്കെ തന്നെ ഈ കൊടും ഭീകരന്മാർ ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ റെയ്ഡ് വിവരങ്ങൾ കേരള പോലീസിനെ അറിയിക്കാതെ അവർ നേരിട്ട് റെയ്ഡിനെത്തുന്ന സാഹചര്യങ്ങളുണ്ടായി. ഡൽഹിയിൽ നിന്ന് EDയുടെയും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ കൊച്ചി അടക്കമുള്ള തിരുവനന്തപുരം അടക്കമുള്ള കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് എത്തുകയും അർദ്ധരാത്രി റെയ്ഡ് നടത്തുകയും നേതാക്കന്മാരെ കൈയോടെ പിടികൂടുകയും ആ നേതാക്കന്മാരുമായി ഡൽഹിയിലേക്ക് പറക്കുകയും ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ റെയ്ഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ പലപ്പോഴും അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ശക്തമായ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI, ആ SDPIയുടെ ദേശീയ അധ്യക്ഷനും മലയാളിയുമായ MK ഫൈസിയെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ED ചോദ്യം ചെയ്തു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കള്ളപ്പണ ഇടപാട്, അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വൻതോതിലുള്ള പണം സ്വീകരിക്കൽ, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, ഇതിലൊക്കെ തന്നെ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് MK ഫൈസി എന്ന അന്വേഷണ സംഘം വ്യക്തമാക്കി. അതുമാത്രവുമല്ല, 2022 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. SDPI പുറമേ മാത്രമാണ് രാഷ്ട്രീയ സാംസ്കാരിക മുഖമായി നിലനിൽക്കുന്നത്. ഉള്ളിൽ തികഞ്ഞ ഇസ്ലാമിക ഭീകര സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണോ രാജ്യത്ത് നടത്തിയത്, അതേ പ്രവർത്തനം നടത്തുന്ന ഒരു ഭീകര സംഘടനയാണ് SDPI എന്ന് ED തന്നെ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. പിന്നാലെ SDPIയുടെ സാമ്പത്തിക ഉറവിടത്തെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണവും കേന്ദ്ര സർക്കാർ ED നടത്തി. അതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. രാജ്യത്താകമാനം 29 അക്കൗണ്ടുകളിലൂടെ 262 കോടിയിലധികം രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനയായി SDPI സ്വീകരിച്ചുവെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. ഈ പണത്തിൽ അധികവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയും
പോപ്പുലർ ഫ്രണ്ടിലെ ഭീകരന്മാരായിട്ടുള്ള നേതാക്കന്മാർ ജയിലിൽ കഴിയുമ്പോൾ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള നിയമപരമായ പോരാട്ടത്തിന് വേണ്ടിയുമാണ് ഇവർ സ്വീകരിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തിന് എല്ലാ കാലത്തും ഫണ്ട് ചെയ്ത് സഹായിച്ചത് SDP ആയിരുന്നു. SDP ആയിരുന്നു പ്രധാനപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ടർമാർ. MK ഫൈസി അടക്കമുള്ള SDP നേതാക്കന്മാർ പോപ്പുലർ ഫ്രണ്ടിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ജിഹാദ് നടത്താനും രാജ്യത്തെ ജനകീയ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ശ്രമിച്ചിരുന്നു എന്നുകൂടി ED വ്യക്തമാക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, 2047 ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതഭരണം, ശരീഅത്ത് നിയമപ്രകാരം നടത്തപ്പെടുന്ന ഭരണം കൊണ്ടുവരാൻ ആഗ്രഹിച്ചവരാണ് ഈ SDP-യും ഈ പോപ്പുലർ ഫ്രണ്ടും. എന്നാൽ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ജാഗരൂകരായതോടുകൂടിയാണ് ഈ അട്ടിമറിയുടെ ശ്രമങ്ങൾ എന്നേക്കുമായി അവസാനിച്ചത്. എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള കേന്ദ്ര നടപടിക്ക് എതിര് നിന്ന സംസ്ഥാനമാണ് കേരളം. മതഭീകരവാദികളോട് സന്ധി ചെയ്യണമെന്ന് പറയുന്ന സംസ്ഥാനമാണ് കേരളം. 4 വോട്ടിന് വേണ്ടി ആരുടെ കൂടെയും കൂട്ടുകൂടാനും ആരുടെ അച്ചാരം വാങ്ങാനും തയ്യാറാകുന്ന ഒരു സംസ്ഥാനവും ആ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി ഇടിത്തീ പോലെ കേരള സർക്കാരിൻ്റെ തലയിൽ വീണിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ, അവരുടെ സാമ്പത്തിക ഇടപാടുകൾക്കെതിരെ, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരെ നിങ്ങളെടുത്ത നടപടികൾ അടിയന്തരമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ എത്ര അക്കൗണ്ടുകൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് മരവിപ്പിച്ചു, അതിൽ എത്രത്തോളം സാമ്പത്തിക ഇടപാട് നടന്നു, ആ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വ്യക്തമായ വിവരം നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആയുധ പരിശീലനങ്ങളടക്കം പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നു. കൊറോണ സമയത്ത് രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങളായ സത്യസരണി, ഗ്രീൻ വാലി അടക്കമുള്ള വടക്കൻ ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ വെച്ച് ആയുധ പരിശീലനങ്ങളടക്കം നടത്തിയിരുന്നു എന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയതാണ്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് പലതവണ ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും ഉദാരപരമായ മൃദു സമീപനമാണ് കേരള സർക്കാർ ഈ സ്ഥാപനങ്ങളോട് കാണിച്ചത്. പിന്നാലെ കേന്ദ്ര സർക്കാരിന് ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു, ഈ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തേണ്ടി വന്നു. എന്നിട്ടെന്താണ്, ഇപ്പോൾ ഇതാ സത്യസരണി അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സത്യസരണിയുടെ പ്രവർത്തനത്തിനായി അതിൻ്റെ ചെയർമാൻ തന്നെ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ അയക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അപ്പോൾ കേന്ദ്രം ഒരു നിലപാട് സ്വീകരിക്കുന്നു, സംസ്ഥാനമാകട്ടെ അതിനെ തുരങ്കം വയ്ക്കാനുള്ള നിലപാടെടുക്കുന്നു. എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ടിനെയും SDP-യെയും രാജ്യത്ത് നിരോധിക്കാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചത്, അതിന് സമാനമായ നടപടിക്രമങ്ങളിലൂടെ SDP-യെയും അധികം വൈകാതെ നിരോധിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന.